ഹരിഹരസുതനാണ് സത്യം. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും. മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും. ഹലോ ഗൈസ്, പടത്തിൽ വന്ന പക്ഷെ പടത്തിൽ ലേറ്റായി പോയി. പടം തുടങ്ങി ഇൻട്രോ ഒക്കെ എഴുതി കാണിച്ചിട്ട് ഞങ്ങൾ വന്ന് കയറി. അതാ ഗൈസ്, ഞങ്ങള് ഇവിടെ എല്ലാവരും നമ്മളെ നോക്കുന്നുണ്ട് ഗൈസ്. അതാണ് ഞങ്ങൾ പയ്യെ സംസാരിക്കുന്നത്. മണിച്ചിത്രത്താഴ് ഞങ്ങൾ അറ്റ് പീക്കിലിരിക്കുകയാണ്. ലൈക്ക് ഞങ്ങൾക്ക് എല്ലാം രോമാഞ്ചം വന്നു ഗൈസ്. ഓരോരോ പാട്ട് കേൾക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഏത് പാട്ട് വന്നാലും ആ പാട്ട് ഫസ്റ്റ് ബീറ്റ് തൊട്ട് ലാസ്റ്റ് വരെ മൊത്തം രോമാഞ്ചം. അതെ ഗൈസ്, ആദർശ് തുള്ളിച്ചാടുമായിരുന്നു ഇവിടെ. ലിറ്ററലി മൊത്തം രോമാഞ്ചം. ആ ഫസ്റ്റ് ഇൻട്രോ പോയെങ്കിൽ എന്ത്, ബാക്കി പാട്ടിൽ തന്നെ ഉണ്ട്. ബാക്കി മീൻസ് ആ 150 രൂപയില്ലേ മൊത്തം പോകത്ത്. ഈ വേറെ ഏത് പടം ഇപ്പം വേണ്ടില്ലേ, ഏത് പടം കാണുമ്പോൾ ഈ ഫീല് കിട്ടത്തില്ല. എന്താ പറയണ്ടെന്ന് അറിയത്തില്ല, അത്ര അടിപൊളി വന്ന് കണ്ട് ഫീൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ശരി, ഇന്റർവെല്ലായി. വീണ്ടും ബാക്കി പടം കണ്ടിട്ട് പറയാം. നിറയെ തളിക്കുന്നു, പൂക്കുന്നു, കായ്ക്കുന്നു കനവിന്റെ തേന്മാവിൻ കൊമ്പ്, എന്റെ കരളിലെ തേന്മാവിൻ കൊമ്പ്. ഹലോ ഗൈസ്, ഹായ് ഗൈസ്, സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. എന്താണ്, എങ്ങനെയുണ്ട്? ആക്ച്വലി സിനിമ പക്കാ മൂവി, ലൈക്ക് നമ്മള് കണ്ടിരിക്കേണ്ട പടമാണ്. നമ്മളിപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ നേരം ഞങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി. 1993 റിലീസായ ഒരു സാധനം, എനിക്ക് 8 വർഷം മുമ്പേ അപ്പൊ റിലീസായ ഒരു മൂവി ഇപ്പൊ റിലീസ് ചെയ്യുമ്പം ലൈക്ക് ഇവിടെ ഇരുന്ന് ഫുൾ തുള്ളിച്ചാട്ടായിരുന്നു. രോമാഞ്ചം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന്മാർ നല്ലോണം പണിയെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. വെച്ചാൽ ഓരോ ബീജിയം വരുമ്പോഴില്ലേ, മീൻസ് നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം പഴയ ഇതിന്നും 4K ആക്കി ഇപ്പം നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ഓരോ പാട്ടും സത്യം പറഞ്ഞാൽ ഒരു പാട്ടും വലിയ പറയുമ്പോ രോമാഞ്ചം അടിച്ചിരിക്കണം. ഫുള്ള് അതേ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തം രോമാഞ്ചം വെച്ചാൽ ആ 5 പാട്ടുണ്ടല്ലേ, പിന്നെ ഇടക്കിടക്ക് വരുന്ന പാട്ട് വരുവാനില്ലാരുമേ, അതെല്ലാം പക്ക. ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങള് ഇറങ്ങിയിട്ട് റിവ്യൂ ഇവിടെ ഒരു പാർക്കിൽ തന്നെ റിവ്യൂ എടുക്കുന്നത്. ഫുൾ മഴയാണ്. അപ്പം എന്താ പറയണ്ടേ, മൂവി തുടങ്ങിയത് അറിഞ്ഞില്ല, തീർന്നതും അറിഞ്ഞില്ല. ഇന്റർവെൽ ആയപ്പോൾ ഇത്ര സമയം ആയോ എന്ന് ഞങ്ങൾ ആലോചിക്കാം. ഞങ്ങള് നീ പറഞ്ഞ 6 മണിക്ക് തീരുമെന്ന് പറഞ്ഞായിരുന്നു. പടം 6:30 ആയത് ഞങ്ങൾ അറിഞ്ഞില്ല. മനസ്സിലായി. ഇപ്പം എല്ലാവരും കണ്ടിട്ടുള്ള പടമാണ്, എന്നാലും കാണാൻ പറ്റുന്നവരെ കാണും. ബിക്കോസ് നമ്മൾ കണ്ട് ചടച്ച കഥയാണ്, അങ്ങനത്തെ ഒരു ഫീൽ ഒന്നും ഇല്ല. അടിപൊളിയായിട്ട് പ്രശ്നം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്നസെന്റിന്റെ ഒക്കെ സീന് വിഷയം. ഇത്ര വർഷമായി 1993 ഇറങ്ങിയ പടം, അത് പ്രശ്നം ഒട്ടും പോയിട്ടില്ല. പക്ഷെ സംഭവല്ലേ വൻ രോമാഞ്ചം. എനിക്ക് സത്യം പറയുമ്പോഴൊക്കെ രോമാഞ്ചം പറഞ്ഞു. അമ്മാതി സാധനം. പിന്നെ കോമഡി ചിരിക്കാതിരിക്കത്തൊന്നുമില്ല. എല്ലാവരും ചിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ടൈപ്പിലെ ഓഡിയൻസും ഉണ്ട്. അതായത് നമ്മള് കുറച്ച് യൂത്ത് ആൾക്കാരുണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാ ടൈപ്പ് ഓഡിയൻസ്, ഒരുപാട് ഫാമിലി ഉണ്ട്, കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു. ഒരു അത്യാവശ്യം അടിപൊളി ഞങ്ങളുടെ അത്യാവശ്യമല്ല അടിപൊളി സത്യം വരാനിരുന്നതാണ്. സത്യം ഇത് മിസ് ചെയ്ത്, അങ്ങനെ പറയാനുള്ളൂ. അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നില്ല. ഞങ്ങളുടെ അപ്പുറത്തൊരു സീറ്റ് ഫ്രീ. നമ്മളിപ്പോ പറഞ്ഞ പടത്തെ കുറിച്ച് 20, 8 93 അല്ലേ, 7, 20 31 വർഷം മുമ്പ് പടത്തെ കുറിച്ച് നമ്മൾ പറയണത്. കാണാത്തവരില്ലേ, ലൈഫിൽ വലിയ സംഭവം മിസ്സാക്കണത്. പറയുമ്പോ ഭയങ്കര ബൂസ്റ്റാണ്, പക്ഷെ സീരിയസ്ലി ലൈഫിൽ ഭയങ്കര സംഭവം മിസ്സാക്കണത്. ഇതേപോലെ ചാൻസ് കിട്ടത്തില്ല. ഷൂട്ട് ചെയ്ത് TV കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ല, പക്ഷെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ വേറെ ലെവൽ സാധനമാണ്. അവന്മാര് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ആ സമയത്ത് ഈ രീതി ഷൂട്ട് ചെയ്ത് വെച്ചില്ലേ. ഇപ്പം എത്ര വർക്ക് ചെയ്ത് ഒരു പടം എത്ര വർക്ക് ചെയ്താലും ഒരു ലിമിറ്റ് വരെ കൊണ്ടുപോകാം. പക്ഷെ ആ സമയത്ത് ഷൂട്ട് ഒരു 31 വർഷത്തെ മുമ്പേ
ഒരു സിനിമ ഇത്രയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവം തന്നെയാണ്. അത് ഇത്രയും നേരം ഇത്ര ആൾക്കാരെ കണ്ടിട്ട്, അതായത് ഹൗസ്ഫുൾ ആണ്, എല്ലാ തിയേറ്ററും ഹൗസ്ഫുൾ ആണ്. ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കാം മേ ബി. ബട്ട് പോയി കാണുക, അത്ര പറയുള്ളൂ. കാണുക, എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം എല്ലാവരും പടം പോയി കാണുക. ഓക്കെ, ബൈ ബൈ ഗൈസ്. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടൊരു നാളും പൂക്കാമാങ്കൊമ്പിൽ